ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ മാനസയും ആൻറ്റിയമ്മയും കാണാനായിട്ട് വരുണും അരുണിൻ്റെ അച്ഛനും അവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം തന്നെ അവർ പറയുന്നുണ്ട്, എൻ്റെ കൺമണിയെ കൃഷിനെ വിട്ടു കൊടുക്കില്ല, അവൻ എന്തിനാണ് അവളെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നത്, മേഡമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കൃഷി ഇങ്ങനെ നടക്കുന്നത്. അപ്പോഴത്തേനും മാനസ പറയുന്നുണ്ട്, ഇതെല്ലാം തന്നെ കൺമണിയാണ് കൃഷിൻ്റെ പുറകെ നടക്കുന്നതെന്ന് പറയുമ്പോൾ വരുണ് നേരെ തിരിച്ചും പറയുന്നുണ്ട്, അല്ല, അവനാണ് എൻ്റെ കൺമണിയുടെ പുറകെ നടക്കുന്നത്, എത്രയും പെട്ടെന്ന് അത് നിർത്തിക്കോണം, നാളെ രാവിലെ ഞങ്ങളുടെ കല്യാണമാണെന്ന് പറയുന്നു. അപ്പോൾ അതിന് ആൻറ്റിമ്മ വന്ന് ഇടപെടുക ചെയ്യുന്നത്, എന്തായാലും വരുൺ കല്യാണം നടക്കും, നീയും കൺമണിയും തമ്മിലുള്ള കല്യാണമേ നടക്കുള്ളൂ, മറ്റൊന്നും കൊണ്ട് വിഷമിക്കില്ല, ഞങ്ങളുണ്ടാവും എന്ത് സഹായത്തിനും കൂടെ എന്ന് പറയുന്നു. അവർ തിരിച്ചു പോകുമ്പോൾ മാനസ പറയുന്നുണ്ട്, കണ്ടില്ലേ ഒരു സ്റ്റാഫിൻ്റെ പുറകെ നടക്കുന്ന കൃഷിനെ, പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആൻറ്റിമ്മ എന്ന് പറയുന്നു. എനിക്ക് അവളെ ഒന്ന് വിളിച്ച് ആ കൺമണിയെ എനിക്ക് കണ്ട് സംസാരിക്കണം എന്നാണ് ആൻറ്റിമ്മ പറയുന്നത് കേട്ടോ. അങ്ങനെ കൺമണിയെ വിളിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് തന്നെ കൺമണി ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയും പറയുന്നുണ്ട്, ഞാൻ ആൻറ്റിയമ്മയാണെന്ന് പറയുമ്പോൾ കൺമണി, ആൻറ്റിയമ്മ എന്താ പറഞ്ഞോളൂ എന്ന് പറയുന്നു. എന്താണ് നീ വിചാരിച്ചത്, നീ നല്ല കുട്ടിയായിട്ട് ചമഞ്ഞിട്ട് ഇപ്പോൾ നിൻ്റെ കണ്ണൊക്കെ കൃഷിൻ്റെ മേത്ത് തന്നെ ആയിരുന്നു അല്ലേ, ഞങ്ങളുടെ മുന്നിലൊക്കെ എന്തു മിടുക്കിയാണ്, എല്ലാ കാര്യത്തിനും നീയും കൂടെ ഉണ്ടായിട്ടും നിനക്ക് എല്ലാത്തിനും ഉപരി കൃഷിനെയാണ് വേണ്ടതെന്നുള്ളത് ഞങ്ങളൊന്നും അറിഞ്ഞതേ ഇല്ല, ഇപ്പോഴല്ലേ മനസ്സിലായത്, നീ ഒരക്ഷരം ഇങ്ങോട്ടും ഉണ്ടരുത്, ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കണം, നിൻ്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ മാനസികമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത്, നീ മാനസികയുടെ തോഴിയായിട്ട് തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്താ നീ ഇമാതിരി കാണിക്കലൊക്കെ കാണിച്ചത്, അവനെ എന്തിനാ നീ തട്ടിയെടുത്തത് എന്ന് പറയാട്ടോ ചെയ്യുന്നത്. നീ ഇനി ഒരു മേലാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് ഒരിക്കലും തന്നെ. എന്തൊരു സ്നേഹമാണ് ആ സുജാതേൻ്റെ മനസ്സിൽ, സ്വന്തം മകളുടെ സ്ഥാനത്ത് തന്നെയല്ലേ നിന്നെ കണ്ടത്, നീ അവളെയും പറ്റിച്ചില്ലടി എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി മേലാൽ കൃഷിൻ്റെ ജീവിതത്തിലേക്കോ നിന്നെ കണ്ടുപോകരുതെന്ന് പറയുന്നു. അങ്ങനെ മാനസ ഫോൺ വാങ്ങി സംസാരിക്കുന്നു കേട്ടോ. എടി, നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, നാളത്തോടു കൂടി നിൻ്റെ ശല്യം തീരുകയാണ്, അവനെ കല്യാണം കഴിച്ച് കൃഷിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോ, അവൻ്റെ കൺമുന്നിൽ കാണാതെ തന്നെ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാനായിട്ട് നോക്ക്, അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ ശരിയാക്കും, നീയും ഞാനും തമ്മിലുള്ള ആ ഒരു റിവെഞ്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ഒരിക്കലും തന്നെ നിനക്ക് ഞാൻ എൻ്റെ കൃഷിനെ വിട്ടു തരില്ലടി, ഞാൻ അവനെ വിവാഹം കഴിക്കും, അവൻ എനിക്ക് വേണ്ടി പിറന്നവനാണെന്ന്. അപ്പോഴത്തേനും കൺമണി വിഷമത്തോടുകൂടി നടക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ നമ്മുടെ കൃഷ്ണനെയാണ് കാണിക്കുന്നത്. മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. മഹി ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ പ്ലാന്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നു. എനിക്കറിയില്ല മഹി, നാളെ അവളുടെ കല്യാണമാണ്, അവളുടെ അച്ഛനെ വിട്ടിട്ട് അവൾ തിരിച്ചു വരില്ലല്ലോ, പിന്നെ കൃഷി നീ എങ്ങനെ അവളെ സ്വന്തമാക്കുമെന്ന് പറയുന്നു. എനിക്കതും അറിയില്ല, ആകെ പെട്ടുപോയ ഒരവസ്ഥയിലാണ് എൻ്റെ കൺമണിയെ, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല മഹി, അവൾ എനിക്ക് സ്വന്തമാണ്, ഞാൻ ഒരിക്കലും അവളെ വിട്ട് കളയുകയില്ലെന്നും മഹിയുടെ കൃഷി പറയുന്നുണ്ട്. പിന്നെ എന്താടാ ചെയ്യുക, നീ ഒരു കാര്യം ചെയ്യേ, അവളെ ഒന്ന് പോയി കാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൃഷി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കൺമണിയെ ഒന്ന് പോയി കാണണം എന്നുള്ളത്. പിന്നീട് അമ്മായിമാരെ കാണിക്കുന്നത്, അമ്മായിമാരെ വിളിച്ചുണർത്തിയിട്ട് എന്തായാലും രാവിലെ കൃഷും കൺമണിയും വരുണും തമ്മിലുള്ള കല്യാണം നടക്കും, എന്താ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാണികളെപ്പോലെ നമ്മൾ കൈ കെട്ടി നിൽക്കേണ്ട ഒരവസ്ഥയല്ലേ വന്നത്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്ത് നോക്കിയാലോ, കൃഷിനാണോ അതുപോലെ വരുണിനാണോ കൺമണിയെ കിട്ടാനായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കോയിനിട്ട് ടോസ് ചെയ്ത് നോക്കിയാലോ എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം എന്നാൽ തന്നെ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരതൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മനോജിനെയും അതുപോലെ തന്നെ ധനലക്ഷ്മിയാണ്. ധനലക്ഷ്മി പറയുന്നുണ്ട്, രാവിലെ തന്നെ കല്യാണമാണ്, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല മനോജേട്ടാ, എന്തായാലും നായകൻ നമ്മുടെ വരുൺ തന്നെയാണ്, ഇപ്പോൾ മനസ്സിലായില്ലേ, ഇനി നാളത്തെ ഒരു ദിവസം എന്ത് ചെയ്യാനാണ്, എല്ലാം കൊണ്ടും അവനല്ലേ മിടുക്കൻ, എല്ലാ പ്രൊട്ടക്ഷനോടുകൂടി തന്നെയാണല്ലോ അവനിവിടെ കാവൽ നിർത്തിയിരിക്കുന്നത്, കൺമണി അവന് വേണം, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൃഷ്ണനെ വിട്ടുകൊടുക്കില്ല, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോഴത്തേനും ഗോകുൽ എണീറ്റ് പറയുന്നുണ്ട്, ഒരിക്കലും വരുൺ ചേട്ടൻ നായകനാവില്ല അമ്മേ, അയാൾ വില്ലനാണ്, നായകൻ നമ്മുടെ കൃഷ് സാറാണ്, ഏതാപത്തിലും നായികയെ വന്ന് രക്ഷിക്കാൻ നായകന് മാത്രമേ സാധിക്കുള്ളൂ, അത് ക്രിസ് സാറിന് തന്നെയാണ്, ഇതിപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് പറയുമ്പോൾ, നീ ഒരു തേങ്ങയും പറയാൻ നിൽക്കണ്ട, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ കല്യാണമാണ്, ഇതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ഗോകുലെ, ഒരിക്കലും തന്നെ കൃഷിന് കൺമണിയെ കിട്ടില്ല, അത് വരുണിന് തന്നെയായിരിക്കും, അത് നീ ഓർത്തോ, ഇനി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, വേഗം കടന്നുറങ്ങുമെന്ന് പറയുന്നു. മനോജേട്ടൻ ഇവ പറയുന്നത് കേട്ടില്ലേ എന്ന് പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, അച്ഛാ, അമ്മയ്ക്ക് വിവരമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് അച്ഛനും പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ അമ്മയോട് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ മനോജേട്ടനും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ധനലക്ഷ്മി മനോജിനോട് പറയുന്നുണ്ട്, മനോജേട്ടാ വെന്ന് കിടക്കാൻ നോക്കി, എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു ധനലക്ഷ്മി എന്ന് പറയുന്നു.
എന്ത് കാര്യങ്ങളാണ് ഇനി കാര്യങ്ങളൊന്നും ആലോചിക്കാനുള്ള നേരവും സമയവും ഒന്നും തന്നെ ഇല്ല, നമുക്ക് കിടക്കാം, രാവിലെ എണീക്കേണ്ടതല്ലേ എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൺമണി വിഷമത്തോടു കൂടി കിടക്കുകയാണ്, എല്ലാം കൊണ്ട് തകർന്നു, ഇനി ഒന്നും തന്നെ ഇല്ല. അങ്ങനെ കൃഷ് കൺമണിയുടെ റൂമിലേക്ക് വരുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി എന്ന് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് സാർ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി സാർ എന്ന് പറയുമ്പോൾ ആ വരുണ് ഒന്നിനും സമ്മതിക്കുന്നില്ല. കൺമണി നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടേ അവൻ അടങ്ങുള്ളൂ എന്ന് പറയുന്നത്, ചെക്കൊക്കെ കീറിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു സർ, ഇനിയൊന്നും ചെയ്യാനില്ല. സാർ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് മാറി നിൽക്ക്, എൻ്റെ ദേഹത്ത് തൊടണ്ട. നാളെ എൻ്റെ കല്യാണമാണ്. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളിന് എൻ്റെ ശരീരവും മനസ്സും വൃത്തിയായിരിക്കണം. അതിനു വേണ്ടി സാർ എന്നെ ഇനി ദേഹത്ത് തൊടരുത് എന്ന് പറയുന്നു കേട്ടോ. എന്താ കൺമണി ഈ പറയുന്നത്? ഞാൻ അന്യനാണോ? സാർ ഇപ്പോൾ അന്യനായി തുടങ്ങി. സാറിൻ്റെ മനസ്സിൽ എന്നെ മായ്ച്ചു കളഞ്ഞേക്കണം. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സന്തോഷമായിട്ടും സാറ് ജീവിക്കണം. മാനസ മേഡത്തിനോടൊപ്പം കുഞ്ഞും കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരു കോമാളി വേഷത്തെ പോലെ മാത്രം എന്നെ ആലോചിച്ചാൽ മതി. എവിടെയെങ്കിലും വരുണിൻ്റെ ഭാര്യയായിട്ട് ഞാനുണ്ടെങ്കിൽ എല്ലാം തന്നെ കണ്ട് ആസ്വദിക്കും ഞാൻ. സാറിന് നല്ലൊരു ജീവിതം കിട്ടട്ടെ, സാറിന് നല്ല മനസ്സിന് നല്ലത് മാത്രമേ ദൈവം തരുള്ളൂ എന്ന രീതിയിലൊക്കെ കൺമണി കൃഷ്ണനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ കൃഷി ചോദിക്കുന്ന കൺമണി നിനക്ക് എന്നെ പിരിഞ്ഞ് ജീവിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. സാധിക്കില്ലായിരിക്കാം, പക്ഷേ ജീവിതമാണ് സാർ, എല്ലാം സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സാർ ഇനി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, എന്നെ ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. രാവിലെയായി, സാർ പൊയ്ക്കോളൂ ഇവിടെ നിന്ന് പറയുന്നു. എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, കല്യാണ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങാനുള്ളതാണെന്ന് പറഞ്ഞു. മനസ്സ് നേറിക്കൊണ്ടാട്ടോ നമ്മുടെ കൺമണി അങ്ങനെയൊക്കെ പറയുന്നത്. അത് കൃഷ്ണൻ അറിയാം. ഞാൻ എങ്ങനെ നിന്നെ വിട്ടു പോകും കൺമണി, നീ എൻ്റെ കൺമണിയല്ലേ, എൻ്റെത് മാത്രമാണ് നീ. മാത്രമല്ല നീ എൻ്റെ കൃഷ്ണമണി കൂടിയാണ്, കൺമണി മാത്രമല്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. നിന്നെ വിട്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും എങ്ങോട്ടും പോവില്ല, എനിക്ക് നിന്നെ മാത്രം മതി എന്ന രീതിയിലും കൃഷി കൺമണിയോട് പറയുമ്പോഴത്തേന് കൺമണിക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. കാരണം കൺമണിയെ വിട്ട് കൃഷിന് ഒരിക്കലും പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം